അങ്ങനെ വിപ്ലവം നമ്മുടെ പടിവാതിലിലെത്തി. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പാകിസ്ഥാനിൽ അട്ടിമറി ഉണ്ടായപ്പോൾ, പാകിസ്ഥാനല്ലേ, അവിടെ ഇങ്ങനെ പലതും ഉണ്ടാവും. അവിടെ ജനാധിപത്യത്തിനൊന്നും യാതൊരു സാധ്യതയുമില്ല. ജനാധിപത്യം പണ്ടേ ആട് കടിച്ചു പോയ ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് കരുതി നമ്മളൊക്കെ സമാധാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യും. പാകിസ്ഥാനിൽ ഇമ്രാൻഖാൻ്റെ ഭരണത്തെ അട്ടിമറിച്ച് അവിടുത്തെ പട്ടാളത്തിന് സ്തുതി പാടുന്ന ചില മാധ്യമങ്ങളും പിന്നെ അമേരിക്കയുടെ മൂടുതാങ്ങികളായിട്ടുള്ള ബാക്കി ആളുകളും ചേർന്ന് ഇമ്രാൻഖാനെ ഒരു വഴിക്കാക്കി. അത് കഴിഞ്ഞ് അവർ പീപ്പിൾസ് പാർട്ടിയെയും പാകിസ്ഥാൻ മുസ്ലിം ലീഗിനെയും കൂട്ടിയോജിപ്പിച്ച് അമേരിക്കയുടെ ഒരു പാവ ഗവൺമെൻറ്, അല്ലെങ്കിൽ പട്ടാളത്തിൻ്റെ ഒരു പാവ ഗവൺമെൻറ്റിനെ വാഴിച്ചു. അപ്പോൾ അത് തരക്കേടില്ല എന്ന് നമ്മൾ കരുതി, നമ്മൾ സന്തോഷിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് ശ്രീലങ്കയിൽ അട്ടിമറി ഉണ്ടായത്. 2022 ശ്രീലങ്കയിൽ അട്ടിമറി ഉണ്ടായപ്പോഴും നമ്മുടെ ആളുകൾ വളരെ സന്തോഷിച്ചു. കാരണം എന്താ വെച്ചാൽ, ശ്രീലങ്കയിലാണല്ലോ പണ്ട് നമ്മുടെ ഒരു സാമന്ത രാജ്യമായിരുന്നു ശ്രീലങ്ക. പിന്നീട് അവർ ചൈനയുടെ ചേരിയിലേക്ക് പോയി. ചൈനയുമായിട്ട് സഹകരിച്ച് ചൈനയ്ക്ക് വീടുപണി ചെയ്ത് ശ്രീലങ്കയിൽ ഒരു സോഷ്യലിസ്റ്റ് സ്വർഗം ഉണ്ടാക്കിക്കളയാം എന്നാണ് മഹിന്ദ രാജപക്ഷെ വിചാരിച്ചത്. പക്ഷേ പുള്ളി വിചാരിച്ചിട്ടില്ല കാര്യങ്ങൾ നടക്കുന്നതെന്ന് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലായി. അപ്പോൾ ജനങ്ങൾ തെരുവിലിറങ്ങി പ്രസിഡൻറ്റിൻ്റെ കൊട്ടാരം കയ്യേറി. മഹിന്ദ രാജപക്ഷെ സഹോദരന്മാരൊക്കെ ജീവനും കൊണ്ട് ശ്രീലങ്ക വിട്ട് പോകേണ്ടതായിട്ട് വന്നു. അങ്ങനെ അവിടെ അട്ടിമറി ഉണ്ടായപ്പോൾ നമ്മൾ വിചാരിച്ചു, കണ്ട ചൈനക്കാരുടെ മൂട് താങ്ങിയതിന് ശ്രീലങ്കയ്ക്ക് കൊടുത്ത ശിക്ഷയാണ്, അത് വളരെ ജോറായി എന്ന് നമ്മുടെ നാട്ടിലെ ബഹുഭൂരിപക്ഷം ആളുകൾ വിശ്വസിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് ബംഗ്ലാദേശിൽ അട്ടിമറി ഉണ്ടായത്. അപ്പോൾ നമുക്ക് ചെറിയ ഒരു വേവലാതി തോന്നി. കാരണം ബംഗ്ലാദേശിലെ അട്ടിമറി എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ സമരമായിട്ട് തുടങ്ങി പിടിച്ചാൽ കിട്ടാത്ത നിലയിലേക്ക് കാര്യങ്ങൾ പോയി. അവസാനം ഷെയ്ഖ് ഹസീനയുടെ വസതി കയ്യേറി അവിടെ പാകം ചെയ്തു വെച്ചിരുന്ന ഭക്ഷണം വരെ ഈ കുട്ടിക്കുരങ്ങന്മാരെടുത്ത് ഭക്ഷിച്ചു. ഷെയ്ഖ് ഹസീന ആദ്യം കണ്ട വിമാനം കൈ കാണിച്ച് നിർത്തി അതിൽ ചാടി കയറി ഇന്ത്യയിലേക്ക് രക്ഷപ്പെട്ടുകൊണ്ട് അവരുടെ തടി സലാമത്തായി, അല്ലെങ്കിൽ കാലം ചെയ്ത ഹസീന എന്ന പേരിൽ അറിയപ്പെട്ടത്. അന്ന് തൊട്ട് ഇന്ന ദിവസം വരെ ആ രാജ്യത്ത് കലാപമാണ്. ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് അവിടെ വലിയ അക്രമ സംഭവങ്ങൾ അരങ്ങേറുന്നത്. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ജനിച്ച വീടിന് വരെ സുരക്ഷിതത്വമില്ലാത്ത കാലമാണ്. ഷെയ്ഖ് മുജിബുർ റഹ്മാൻ്റെ പ്രതിമകൾ അടിച്ചു തകർക്കുന്ന കാലമാണ്. ഹസീനയ്ക്കെതിരായിട്ട് അറസ്റ്റ് വാറണ്ട് നിലനിൽക്കുന്ന കാലമാണ്. നേരത്തെ നിരോധിച്ച ജമാഅത്തെ ഇസ്ലാമി പൂർണ്ണ ശക്തിയോടെ തിരിച്ചു വരികയും സർക്കാരിനെ പുറകിൽ നിന്ന് നിയന്ത്രിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഇപ്പോൾ ബംഗ്ലാദേശിലുള്ളത്. ഇപ്പോൾ അതിൻ്റെ അടുത്ത നടപടി എന്ന രീതിയിൽ ഏതാണ്ട് അതേ പാറ്റേണിൽ നേപ്പാളിലും വിപ്ലവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇടതുപക്ഷക്കാരും ഇടതുപക്ഷ വിരുദ്ധന്മാരും തമ്മിലുള്ള വടംവലിയുണ്ട്. ചൈനയെ അനുകൂലിക്കുന്നവരും ഇന്ത്യ അനുകൂലിക്കുന്നവരും തമ്മിലുള്ള വടംവലിയുണ്ട്. മറ്റ് പല ലോകരാജ്യങ്ങളും സാമ്രാജ്യത്വ ശക്തികളും അവിടെ കൈയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ ഇന്ത്യയുടെ മൂക്കിന് തൊട്ട് താഴെ നേപ്പാൾ എന്ന് പറഞ്ഞ രാജ്യത്ത് അക്രമവും അശാന്തിയും ഉണ്ടാകുന്ന ഒരു കണക്കിനും ഒരു തരത്തിലും ഇന്ത്യയെ സംബന്ധിച്ചുള്ള സന്തോഷകരമല്ല എന്ന് ഞാൻ പറയേണ്ടതില്ല. ഇത് കാണുന്ന എല്ലാവർക്കും അറിയാം. ഇന്ത്യ ഗവൺമെൻറ് കാര്യങ്ങൾ സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മുടെ പത്രങ്ങൾ അടിച്ചുവിടുന്നത്. അതങ്ങനെ തന്നെ ആയിരിക്കും, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഇന്ത്യ ഗവൺമെൻറ് ഈ സമയത്ത് ശക്തമായ നടപടി എടുത്തില്ലെങ്കിൽ നമ്മൾ വിവരം അറിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നേപ്പാളിൽ അശാന്തി ഉണ്ടായാൽ അധികം വൈകാതെ ഭൂട്ടാനിലോ മറ്റുമൊക്കെ ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഇപ്പം തന്നെ അശാന്തമായി കഴിയുന്ന ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഇതേ മാതൃകയിലുള്ള ലഹള പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പഞ്ചാബിൽ ഈ ഖാലിസ്ഥാൻ വാദികൾ തീർച്ചയായിട്ടും കീഴടങ്ങിയിട്ടൊന്നുമില്ല. അവർ ആയുധങ്ങൾ മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ബംഗ്ലാദേശിലും നേപ്പാളിലും സംഭവിച്ച പോലെ ഇന്ത്യയിലും ഉടനെ സംഭവിക്കും. നരേന്ദ്രമോദി കൂടും കുടുക്കയിട്ട് നാട് വിട്ടു പോകും എന്നൊക്കെ നമ്മുടെ നാട്ടിലെ ചില ആളുകളെങ്കിലും വ്യാമോഹിക്കുന്നുണ്ട്. അതൊന്നും സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഏതായാലും ഈ കലാപം ഉണ്ടാക്കാനും അക്രമം അഴിച്ചുവിടാനൊക്കെ അത്രയധികം ആളുകളുടെ ഒന്നും ആവശ്യമില്ല. അത് ലോകചരിത്രത്തിൻ്റെ ആദ്യകാലം തൊട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എവിടെ വിപ്ലവം ഉണ്ടാക്കാനും കലാപം ഉണ്ടാക്കാനും ഒരു 10% ആളുകൾ വേണ്ട, 5% ആളുകൾ തുനിഞ്ഞിറങ്ങാൻ നടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ഇന്ത്യ രാജ്യം പോകാതിരിക്കണമെങ്കിൽ ഇന്ത്യ ശക്തമായ നടപടി എടുക്കണം. ആക്രമണം തുടങ്ങുന്ന ഘട്ടത്തിൽ തന്നെ അത് അടിച്ചമർത്താനും ഉരുക്ക് മുഷ്ടി കൊണ്ട് നേരിടാനുമുള്ള സൗകര്യവും സാഹചര്യവും ഉണ്ടാക്കണം. കാരണം ഇതിൻ്റെ പുറകിൽ സാമ്രാജ്യത്വ ശക്തികളുടെ, പ്രത്യേകിച്ച് അമേരിക്കയുടെ ഒരു കരാളഹസ്തമുണ്ട് എന്ന് വിചാരിക്കാനാണ് സാധ്യതയുള്ളത്. കാരണം ബംഗ്ലാദേശിൽ അട്ടിമറി നടത്തിയത് അമേരിക്കയാണ്, പാകിസ്ഥാനിൽ നടത്തിയതും അമേരിക്കയാണ്. ശ്രീലങ്ക ചൈനയോട് അടുക്കുന്നു എന്ന് തോന്നിയപ്പോൾ അവിടെ അട്ടിമറി നടത്തിയതും അമേരിക്ക തന്നെയാണ്. അത് ജോ ബൈഡൻ ഭരിച്ചാലും ഡൊണാൾഡ് ട്രംപ് ഭരിച്ചാലും
ഇനി JD വാൻസ് ഭരിച്ചാലും ആ കാര്യത്തിൽ ഒരു മാറ്റവും ഇല്ല. ആര് ഭരിച്ചാലും ഈ അട്ടിമറി എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു സാധാരണ കലാപരിപാടിയാണ്. അതുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ് സൂക്ഷിച്ചാൽ ദുഃഖിക്കാനില്ല. ബംഗ്ലാദേശിൽ ഈ അക്രമം തുടങ്ങിയ സമയത്ത് ഇന്ത്യ ഒരു സഹായഹസ്തം നീട്ടിയിരുന്നെങ്കിൽ അവിടെ ഇതുപോലുള്ള ദുസ്ഥിതി ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശ്രീലങ്കയിൽ വേണമെങ്കിൽ നമുക്ക് സഹായിക്കാൻ പറ്റും, നമ്മൾ സഹായിച്ചില്ല. അവൻ പുലിവാല് പിടിക്കട്ടെ എന്ന് വിചാരിച്ചു. നേപ്പാളിൽ ഇപ്പോൾ കൃത്യമായിട്ട് ഇടപെടുകയും ഈ കലാപകാരികളെ കെട്ടുകെട്ടിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തെ വെല്ലുവിളിക്കാതിരിക്കുന്ന ഒരു സാഹചര്യമെങ്കിലും ഉണ്ടാക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പണ്ട് സിക്കിമിൽ ഇതുപോലുള്ള സന്ദർഭം ഉണ്ടായപ്പോഴാണ് ശ്രീമതി ഇന്ദിരാഗാന്ധി പട്ടാളത്തെ അങ്ങോട്ട് അയച്ചത്. സിക്കിമിനെ ഇന്ത്യയുടെ സംസ്ഥാനമായിട്ട് ഇന്ത്യയിൽ ലയിപ്പിച്ചത്. ആ കാര്യം അവിടെ ജനഹിത പരിശോധനയൊക്കെ നടത്തി, അത് വേറെ കാര്യം. അതുപോലെ വേണ്ടി വന്നാൽ നേപ്പാളിനെ ലയിപ്പിക്കൂ, അല്ലെങ്കിൽ നേപ്പാളിനെ സ്വതന്ത്ര രാജ്യമാക്കി നിർത്തിയിട്ട് നമ്മുടെ സൈന്യത്തെ അവിടെ വിന്യസിക്കൂ, പോലീസ് ആക്ഷൻ നടത്തും, എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതാണ് നല്ലത് എന്ന് തോന്നും. ഇതൊക്കെ എവിടം വരെ പോകും, എത്ര നാളുണ്ടാവും എന്ന് പറയാൻ ഞാൻ ആളല്ല. ഏതായാലും നേപ്പാളിൽ ശാന്തിയും സമാധാനവും പെട്ടെന്നുണ്ടാകട്ടെ. ഏറ്റവും കുറഞ്ഞ് ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷിതത്വത്തെ വെല്ലുവിളിക്കുന്ന നിലയിലേക്കെങ്കിലും കാര്യങ്ങൾ പോകാതിരിക്കട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.